ഹലോ ഓൾ, വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ എന്തുണ്ട് വിശേഷം? ഒരു വീക്കെൻഡായി, ഫ്രൈഡേ നല്ലൊരു മാർക്കറ്റ് ആയിരുന്നു ഇന്ന് സ്റ്റോക്സും സാമാന്യം ഞാൻ ഹോൾഡ് ചെയ്തിരുന്ന സ്റ്റോക്സ് എല്ലാം നല്ല രീതിയിൽ പ്രോഫിറ്റിലായ ഒരു ദിവസമാണ്. ആൻഡ് ഇന്നിപ്പോൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ പെർഫോമൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ തന്നെ നിഫ്റ്റി അധികം സ്ട്രെങ്ത് കാണിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നിഫ്റ്റി ഒരു ഏകദേശം എന്താ പറയുക, ഒരു കൺസോൾട്ടേഷൻ സ്റ്റേറ്റ് പോലെ കുറച്ച് വരെ നിന്നു. ബട്ട് നിഫ്റ്റി മോസ്റ്റ്ലി ഒരു 57 പോയിൻറ്റ്സേ അപ്പായിട്ടുള്ളൂ എങ്കിൽ പോലും സ്റ്റോക്സ് ഇൻഡിവിജ്വലി സ്ട്രെങ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഓൾറെഡി പൊസിഷൻസ് ഒക്കെ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് അറിയാം, സ്റ്റോക്സ് മാക്സിമം പൊസിഷൻസ് എന്താ പറയുക ഒരു സ്ട്രെങ്ത് കാണിച്ച ദിവസമായിരുന്നു. പക്ഷേ അത് ആ ഒരു മൂവ്മെൻറ്റ് ഞാൻ ഇൻഡെക്സിൽ കണ്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു സ്റ്റോക്സിൻ്റെ ഓവറോൾ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സ് വന്നിട്ടുള്ളത് ടാറ്റ സ്റ്റീൽ, പവർ ഗ്രിഡ് കോർപ്പറേഷൻ, ഹിൻഡാൽകോ, ആക്സിസ് ബാങ്ക് ആൻഡ് കൊട്ടാക് മഹീന്ദ്രയാണ്. ലൂസേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ മാക്സ് ഹെൽത്ത് കെയർ, കോൾ ഇന്ത്യ, ഐഷോ മോട്ടോഴ്സ്, ടെക് മഹീന്ദ്ര ആൻഡ് മാരുതി സുസുക്കിയാണ്. നമുക്ക് ഇതിലെ സ്റ്റോക്സ് ഒക്കെ ഒന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് പ്രധാനപ്പെട്ട ഒരു ന്യൂസ് ഉണ്ട് ഇപ്പം നിലവിൽ വന്നിട്ടുള്ളതിൽ. അതിൻ്റെ അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഗ്ലോബൽ മാർക്കറ്റ്സ് കുഡ് സീ കറക്ഷൻ ആസ് ടെക് റാലി സീം ടു ബി ഓവർ റൈഡ് കീ. അതായത് നമ്മുടെ RBI ഗവർണർ ഒരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. എന്താണ്? നമുക്കൊരു ഗ്ലോബൽ മാർക്കറ്റുകളിൽ കറക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു സൂചന നമ്മുടെ RBI ഗവർണർ ഒരു പരിപാടിക്കിടയിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞ കാര്യമാണ്. ആൻഡ് പുള്ളിക്കാരൻ വേറൊരു കാര്യം പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഗ്രോത്ത് റെക്കോർഡ്, അത് പുള്ളി കോൺഫിഡൻ്റ് ആണെന്നും ഒരു 7.8 ഗ്രോത്ത് ട്രാജക്ടറി പുള്ളി പ്രതീക്ഷിക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം ഇന്നത്തെ ആ ഒരു പരിപാടി ഇവൻറ്റിൽ പുള്ളി സംസാരിച്ചിട്ടുണ്ട്. സോ പുള്ളി ഇന്ത്യൻ മാർക്കറ്റിൽ പൂർണ്ണമായ കോൺഫിഡൻസ് നിലനിർത്തിക്കൊണ്ടാണ് സംസാരിച്ചത്. സോ അതൊരു പോസിറ്റീവ് സൈനാണ്. RBI ഗവർണർ അടക്കമുള്ളവർ ഇന്ത്യൻ മാർക്കറ്റിലും GDP ഗ്രോത്തിലും എല്ലാത്തിലും ഒരു കോൺഫിഡൻസ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് നിഫ്റ്റിയുടെ ലെവൽസ്, നമ്മളിന്ന് രാവിലെ പ്രീ മാർക്കറ്റിൽ ചർച്ച ചെയ്ത കാര്യമാണ് നിഫ്റ്റിയുടെ ലെവൽസൊക്കെ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ചർച്ച ചെയ്യാം, അല്ലെങ്കിൽ നോക്കിയിട്ട് വരാം. സോ നിഫ്റ്റി ഇന്ന് എന്താണ് ഇവിടെ ചെയ്തതെന്നുള്ള കാര്യം നമുക്കറിയാം. നിഫ്റ്റി ഇന്ന് ഈ ക്രൂഷ്യൽ റേഞ്ചായ 24,720, ഇന്ന് മൂന്നാം തീയതി അല്ലേ, 24,720 എന്നുള്ളൊരു ക്രൂഷ്യൽ സോൺ നമ്മളിന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സോണിൽ വന്നാൽ ബയേഴ്സ് ആക്റ്റീവ് ആവാൻ സാധ്യതയുണ്ടെന്ന്. സോ മാർക്കറ്റ് ഇന്ന് ആ ഒരു സോണിൽ വന്നതിന് ശേഷം മാർക്കറ്റിൽ ബയേഴ്സ് ആക്റ്റീവായി സ്ട്രോങ്ലി കുറച്ച് കാര്യം കൺസോളിഡേറ്റ് ചെയ്തു. ആൻഡ് മാർക്കറ്റ് ഇന്നൊരു അപ്സൈഡ് മൊമെൻറ്റം തന്നു. ആൻഡ് 24,868 മുകളിൽ ഇന്നൊരു ക്ലോസിംഗ് കിട്ടിയിട്ടുണ്ട്. സോ നല്ല ക്ലോസിംഗ് ആയിരുന്നു, ഒന്ന് ഭേദപ്പെട്ട ക്ലോസിംഗ് ആയിരുന്നു നമുക്ക് പറയാൻ കഴിയും. ഇന്നലത്തെ ഹൈനെയും കാട്ടി മെച്ചപ്പെട്ട രീതിയിൽ മാർക്കറ്റിന് ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് നിഫ്റ്റിക്ക്. സോ അതൊരു നല്ല പോസിറ്റീവ് സൂചനയാണ്. ആൻഡ് ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ തന്നെ ബാങ്ക് നിഫ്റ്റിയും കുറച്ചും കൂടെ ബുള്ളിഷ് ആയിരുന്നു എന്ന് പറയാൻ കഴിയും. ഈ ഒരു ഏരിയയിൽ നിന്നും മാർക്കറ്റ് നമ്മൾ വരച്ച ലെവൽസിലേക്ക് എത്തി. കണ്ടോ, കറക്റ്റ് 55,300 ഈ നമ്മൾ വരച്ച ലെവൽസിലെത്തി. ആൻഡ് ആ ലെവൽസിന് ശേഷം ഒരു കുറച്ച് സെല്ലിങ് നടന്നു. കണ്ടില്ലേ, നമ്മൾ വരച്ച പ്രോപ്പർ ലെവലിലാണ് സെല്ലിങ് നടന്നിട്ടുള്ളത് മാർക്കറ്റ്. ആൻഡ് എന്നിട്ട് മാർക്കറ്റ് കണ്ടില്ലേ പ്രോപ്പർ റീടെസ്റ്റിൽ നിന്നാണ് അപ്സൈഡ് പോയിരിക്കുന്നത്. സോ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു സാമാന്യം നല്ല രീതിയിലുള്ള പെർഫോമൻസ് നിഫ്റ്റിയും കാട്ടി ഉണ്ടായി. അത്രയും ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടായിരുന്ന ഒരു കൺസോൾട്ടേഷനിലും കാട്ടി ബെറ്റർ ആയിട്ട് ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെയൊക്കെ നല്ല രീതിയിൽ ഇന്ന് പെർഫോം ചെയ്തിട്ടുണ്ടെന്നാണ് പറയാനുള്ളത്. കണ്ടില്ലേ, 5 മിനിറ്റ് ചാർട്ട് നോക്കിയാൽ നിങ്ങൾക്കറിയാം കുറച്ചും കൂടെയൊക്കെ ഒരു ഹയർ ഹൈ ഫോർമേഷൻ വന്നു പോയത് ഇന്ന് ബാങ്ക് നിഫ്റ്റിയാണ്. സോ കുറച്ച് നല്ല പെർഫോമൻസസ് ആണെന്ന് തന്നെ പറയാം. ആൻഡ് ഇന്ന് നമ്മുടെ ഗ്രൂപ്പിൽ 1-2 നല്ല സ്റ്റോക്കും ട്രേഡ് കിട്ടിയിട്ടുണ്ട്. അതായത് ഞാൻ ട്രേഡ് ചെയ്ത സ്റ്റോക്കുകളൊന്നും ഓറിയൻ ടെക്നോളജീസ് എന്നായിരുന്നു. അപ്പോൾ ഞാൻ 380 റേഞ്ചിന് അടുപ്പിച്ചാണ് എടുത്തത്. അതിനുശേഷം 425 ഇന്നൊരു നല്ല ക്ലോസിങ് കിട്ടിയിട്ടുണ്ട്. സോ സാമാന്യം നല്ലൊരു ക്ലോസിങ്, അതായത് ഇന്നൊരു UC അടിച്ച ഒരു സ്റ്റോക്കാണ് ഓറിയൻ ടെക്നോളജീസ്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നേ വീഡിയോ ചെയ്തിട്ടുള്ള സുമിത് സെക്യൂരിറ്റീസ് എന്ന കമ്പനി ഇത് നല്ല രീതിയിലുള്ളൊരു ബ്രേക്ക്ഔട്ട് തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇന്ന് ഹൈ പോയിരിക്കുന്ന 2,355 എന്നുള്ള റേഞ്ചിലാണ്. ശേഷം മാർക്കറ്റ് ഒരു സെല്ലിംഗ് പ്രഷർ തന്നു. ക്ലോസിംഗ് 2222 സോൺ 7 എന്നുള്ള റേഞ്ചിലാണ്. ബട്ട് ഇന്നലത്തെ ക്ലോസിംഗ് നോക്കുമ്പോഴത്തേക്ക് ഇന്ന് കുറച്ച് നല്ല ക്ലോസിംഗ് ആണ്. സോ നമുക്ക് ഈ ഒരു ഏരിയയിൽ, ഈ ഒരു ടോട്ടൽ ഏരിയയിൽ ഒരു ഓവർ ഹെഡ് സപ്ലൈ ഉണ്ട് സുമിത് സെക്യൂരിറ്റീസ് എന്ന കമ്പനിയിൽ. ഈ കമ്പനിയെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫേം ആണ്. സോ ഞാൻ കുറച്ച് ബുള്ളിഷാണ് ഈ സ്റ്റോക്കിൽ. സോ നിങ്ങൾക്ക് ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ ചെന്ന് ആ വീഡിയോ ഒന്ന് കാണുക. അപ്പോൾ നമ്മൾ ഈ കമ്പനിയെ കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം വരുന്ന ദിവസങ്ങളിൽ ഞാൻ കുറച്ചധികം സ്റ്റോക്സ് ഒക്കെ നോക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇന്ന് രാവിലെ ഡിസ്കസ് ചെയ്ത ഒരു സ്റ്റോക്കാണ് ഗബ്രിയൽ ഇന്ത്യ എന്ന് പറഞ്ഞ സ്റ്റോക്ക്. നമുക്ക് നോക്കിക്കളയാം. ഗബ്രിയൽ ഇന്ത്യ എന്ന് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ എടുത്തിട്ടിട്ടുണ്ട്. ഗബ്രിയൽ ഇന്ത്യ ഗബ്രിയൽ ഇന്ത്യയുടെ ചാർട്ട് നോക്കുകയാണെങ്കിൽ നമ്മളിന്ന് കറക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു
ഒരു ബൈ മൊമെൻറ്റത്തിന് സാധ്യതയുണ്ടെന്നുള്ള കാര്യം ഞാൻ രാവിലെ സൂചിപ്പിച്ചിരുന്നു. ആൻഡ് മാർക്കറ്റ് അതുപോലെ തന്നെയാണ് ഈ ഒരു ട്രെൻഡ് ലൈനിൽ തട്ടിയിട്ട് മാർക്കറ്റ് ഇന്നൊരു അപ്സൈഡ് മൊമെൻറ്റമാണ് തന്നത്. ഇന്ന് നല്ല ക്ലോസിങ് 1289 എന്ന് പറഞ്ഞ ക്ലോസിങ് തന്നിട്ടുണ്ട്. സോ 1326 എന്നുള്ള മുന്നത്തെ ഒരു സെല്ലിംഗ് സോണിലേക്ക് ഗബ്രിയൽ ഇന്ത്യ സ്ലോലി പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ആൻഡ് വാറി എനർജീസ് നമ്മൾ മെയിൻ ഗ്രൂപ്പിലായാലും ഡിസ്കസ് ചെയ്ത ഒരു കാര്യമാണ് ടെലിഗ്രാമിൽ. വാറി എനർജീസ് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇന്ന് 3438 എന്നുള്ളൊരു നല്ല ക്ലോസിങ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ബൈയിങ് സോൺ എന്ന് പറയുന്നത് 3200 ആണ്. അപ്പോൾ എൻ്റെ വ്യൂ കറക്റ്റ് സെയിം ആണ്. ഈ ഒരു ലോ 3138 എന്നുള്ള ലോ വാറി എനർജീസ് ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ ഞാൻ ഈ സ്റ്റോക്കിൽ ബുള്ളിഷാണ്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ വാറി എനർജീസിൻ്റെ പെർഫോമൻസ് നമുക്ക് നോക്കാം. ആൻഡ് ഓയിൽ ഇന്ത്യ നമ്മളിന്ന് രാവിലെ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കാണ്. ഓയിൽ ഇന്ത്യ ഇന്ന് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ ഡൗൺ സൈഡ് തന്ന ശേഷം മാർക്കറ്റ് ആ ഒരു ശക്തി വീണ്ടെടുത്തു. ഇന്നലത്തെ ലോയിനെ കാട്ടി മുകളിൽ ഇന്ന് ഓയിൽ ഇന്ത്യ ക്ലോസ് ചെയ്തിട്ടുണ്ട്. സോ 420 മുകളിൽ നമുക്ക് ഈ സ്റ്റോക്ക് കുറച്ചുകൂടെ വാച്ച് ലിസ്റ്റിലിടാം. പിന്നെ നമ്മൾ ഒരു പ്രധാനപ്പെട്ട സ്റ്റോക്ക് എന്ന് പറയുന്നത് പൂനാവാല ഫിൻകോപ്പാണ്. അപ്പോൾ പൂനാവാല ഫിൻകോപ്പ് ഇന്ന് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ മെയിൻ ഗ്രൂപ്പിൽ ഇതിനെക്കുറിച്ചുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ പൂനാവാല ഫിൻകോപ്പ് ഇന്നത്തെ പെർഫോമൻസ് കണ്ടോ 524 എന്നൊരു സ്ട്രോങ് ക്ലോസിങ് കിട്ടി. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് അടിക്കുകയോ ഇല്ല എന്നുള്ള കാര്യം നമുക്ക് മൺഡേ ട്രേഡിംഗ് ഡേയിൽ നമുക്ക് അറിയാവുന്നതാണ്. ഓക്കെ, പിന്നെ എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് എൻസൈംസ് ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റോക്ക് നല്ലൊരു എൻട്രി കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ട്രെൻഡ് ലൈൻ ബേസ് ചെയ്ത് സ്റ്റോക്ക് പോവുകയാണ്. അപ്പോൾ 360 റേഞ്ച് വരേക്കുള്ള ഒരു മൂവ്മെൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. വെയിറ്റ് ചെയ്യാം. പതുക്കെ നമുക്ക് കാര്യങ്ങളിലേക്ക് പോകാം. പിന്നെ ഞാൻ ഇന്ന് ട്രേഡ് എടുത്ത സ്റ്റോക്കാണ് സായി സിൽക്സ് കാലാമന്ദിർ എന്ന് പറയുന്നത്. സോ ഇന്ന് ഞാൻ ഈ കുറച്ച് ക്വാണ്ടിറ്റി ഞാൻ ഇതിൽ ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ഇന്ന് കുറച്ച് ക്വാണ്ടിറ്റി 160 170 റേഞ്ച് ആയപ്പോഴത്തേക്കും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഇന്ന് നല്ല ക്ലോസിങ് കിട്ടിയിട്ടുണ്ട്. 184 മുകളിൽ ഒരു 200 റേഞ്ചാണ് ഞാൻ ടാർഗറ്റ് വെച്ചിരിക്കുന്നത്. നമുക്ക് വാച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ സ്റ്റോക്ക് നോക്കാനോ എന്തിനെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാമിൽ വന്നിട്ട് നമുക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാം. നമുക്ക് ആ ലെവൽസ് ഒക്കെ ചെക്ക് ചെയ്ത് ടെക്നിക്കലി ബുള്ളിഷാണോ ബെയറിഷാണോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് പേഴ്സണലി ഏത് സ്റ്റോക്ക് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ഇന്നത്തെ പ്രീ മാർക്കറ്റിൽ ഇന്നത്തെ ലെവൽസിൻ്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. അപ്പം നാളെ ശനി ഞായർ ദിവസങ്ങളിൽ കൂടുതൽ വീഡിയോസും കണ്ടന്റുകളുമായിട്ട് വരുന്നതായിരിക്കും. സോ ഇപ്പോൾ തിങ്കളാഴ്ച നമ്മളിപ്പം ഒരു പ്രീ മാർക്കറ്റ് വീഡിയോ നമ്മൾ ചെയ്യും. ശേഷം നമുക്ക് ഇതിനു മുന്നേ അല്ലെങ്കിൽ ശനി ഞായർ ദിവസങ്ങളിൽ ഏതെങ്കിലും നല്ല സ്റ്റോക്സ് ഫണ്ടമെന്റലി സ്ട്രോങ് ആയ സ്റ്റോക്കിനെ കുറിച്ചുള്ള വീഡിയോസ് നമുക്ക് പഠിക്കാൻ ശ്രമിക്കാം. സോ അപ്ഡേറ്റുകൾ ഞാൻ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു.